നാളെയാണ് ചരിത്ര പ്രസിദ്ധമായ നെഹ്റു ട്രോഫി വള്ളംകളി. ആലപ്പുഴ എന്നാൽ വള്ളംകളിയാണ്. വള്ളംകളിക്ക് എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായി കഴിഞ്ഞു. ന്യൂസ് 8 പൂർണ്ണ സജ്ജമാണ്. ഇന്നും നാളെയുമായി പ്രേക്ഷകരിലേക്ക് എത്തുക വള്ളംകളിയുടെ എല്ലാ ആവേശ കാഴ്ചകളുമാണ്. ശ്രീജ ശ്യാം ഒപ്പം വൻ ടീമാണ് ന്യൂസ് 8 വേണ്ടി പ്രേക്ഷകരിലേക്ക് വള്ളംകളിയുടെ ആവേശം എത്തിക്കുക. ശ്രീജ ശ്യാം ഒപ്പം വരുന്നു. ശ്രീജ, എങ്ങനെയാണ് ആവേശ കാഴ്ചകൾ? വള്ളംകളിയുടെ ആവേശത്തിലാണ് ആലപ്പുഴയിൽ ഒരുക്കങ്ങളാണ്. വള്ളംകളിയും അതിനോടനുബന്ധിച്ച് വരുന്ന ആലപ്പുഴയുടെ സാംസ്കാരിക കൂട്ടായ്മകളുമെല്ലാം സജ്ജമായിരിക്കണം. അപ്പോൾ വള്ളംകളി എന്ന് പറഞ്ഞാൽ നാളെ നടക്കുന്ന ഒരു ചടങ്ങ് മാത്രമല്ല, അതിനോടനുബന്ധിച്ച നിരവധിയുണ്ട്. ആലപ്പുഴക്കാർ സംസ്ഥാനത്തിൻ്റെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി ബോട്ട് റേസ് എന്നത് ഒരു ദേശീയ കായിക ഇനം കൂടിയായി അങ്ങ് മാറിയുന്ന സാഹചര്യത്തിൽ കൂടിയാണ് നമുക്ക് മുന്നിലേക്ക് വരുന്നത്. ശ്രീജ ശ്യാം ഒപ്പം വൻ ടീം നമുക്കൊപ്പം ചേരുന്നു. ശ്രീജ, എന്താണ് സാഹചര്യങ്ങൾ, എന്താണ് അവിടുത്തെ ആവേശ കാഴ്ചകൾ? സജിത്ത്, ഇനിയൊരു പകലിന്റെ പോലും ദൈർഘ്യമില്ല ഈ ആലപ്പുഴ മുഴുവൻ വള്ളംകളിയുടെ ആവേശത്തിലേക്ക് എത്താൻ. ഇവിടെ പുന്നമടയിലെ ഈ ട്രാക്കിലാണ് 1100 മീറ്റർ നീളം വരുന്ന ഈ ട്രാക്കിലാണ് നാളെ വള്ളങ്ങൾ തീ പിടിപ്പിക്കാൻ പോകുന്നത്. ഇന്നിപ്പോൾ മഴയാണ്, ഒന്ന് തണുത്താണ് അന്തരീക്ഷമൊക്കെ കിടക്കുന്നത്. പക്ഷേ നാളത്തെ ദിവസം ഇതല്ല ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. രാവിലെ മുതൽ തന്നെ ഈ ട്രാക്കിൽ, ഇവിടുത്തെ ഈ നെട്ടായത്തിൽ ഓരോ വള്ളങ്ങളായി ഇറങ്ങും. അതിൻ്റെ ട്രാക്ക് എൻട്രി, അങ്ങനെ രാവിലെ തൊട്ട് തന്നെ ഇവിടെ നിന്ന് ഇഷ്ടം പോലെ കാഴ്ചകൾ കാണാനുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് അവസാനവട്ട ഒരുക്കങ്ങളാണ്. പവലിയൻ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ. ഒരു വിഷമം ഈ അവസാന നിമിഷമാണ് എപ്പോഴും ഇവിടെ ഒരുക്കങ്ങളൊക്കെ നടക്കാറുള്ളത്. പക്ഷേ അത് പൂർണ്ണ അവസാനത്തെ ആ ഒരു തകൃതിയായ ഒരുക്കങ്ങളുണ്ടല്ലോ, കല്യാണ ദിവസത്തിൻ്റെ തലേന്നൊക്കെ പോലെയുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. ആളുകളൊക്കെ പതുക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ എന്തൊക്കെയാണെന്നൊക്കെ കാണാൻ വേണ്ടി. പക്ഷെ പ്രശ്നം ഇതാണ്, മഴയുണ്ട്. പക്ഷെ ആലപ്പുഴക്കാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മഴ അവരുടെ ആവേശം കൂട്ടുകയാണ് ചെയ്യുക. ബാക്കിയുള്ളിടത്തൊക്കെ മഴ ആവേശം തണുപ്പിക്കുമെങ്കിൽ ഈ വള്ളം തുഴയുന്നവരെ സംബന്ധിച്ച് മഴ എപ്പോഴും അവർക്കൊരു ആവേശം കൂടുതലാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ കാണികൾക്ക് അത് അത്ര സുഖകരമാവാൻ നാളെ വഴിയില്ല. നാളത്തെ ദിവസത്തേക്ക് പറഞ്ഞാൽ കുറേ പ്രത്യേകതകളുണ്ട് ഇത്തവണത്തെ വള്ളംകളിക്ക്. 21 ചുണ്ടൻ വള്ളങ്ങളാണ് നാളത്തെ ദിവസം ഇവിടെ ഈ ട്രാക്കിൽ ഇറങ്ങുക. 75 മത്സര വള്ളങ്ങൾ ഇറങ്ങുന്നുണ്ട്. അതിൽ ചെറിയ വള്ളങ്ങൾ ഉൾപ്പെടെ 75 വള്ളങ്ങൾ, അതിൽ 21 ചുണ്ടൻ വള്ളങ്ങൾ. എപ്പോഴും ശ്രദ്ധ ചുണ്ടൻ വള്ളങ്ങളിലേക്കാണ് പോവുക. 6 ഹീറ്റ്സ്, ആദ്യമായിട്ടാണ് 6 ഹീറ്റ്സ്. 5 ഹീറ്റ്സാണ് സാധാരണ പതിവുള്ളത്. 6ാമത്തെ ഹീറ്റ്സിൽ 2 വള്ളങ്ങൾ മാത്രമേ മത്സരിക്കൂ. പക്ഷേ അത്രയും നേരം നമുക്ക് കാഴ്ചക്കാർക്ക് കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അങ്ങനെ 21 ചുണ്ടൻ വള്ളങ്ങൾ 6 ഹീറ്റ്സിലായി മത്സരിച്ച് കഴിഞ്ഞാലാണ് ഏവരും കാത്തിരിക്കുന്ന ആ ഫൈനൽ. ഈ വർഷത്തെ ഈ പുന്നമടയിലെ ജലരാജാവ് ആരായിരിക്കും എന്ന് കാണാനുള്ള ആ ഫൈനൽ നാളെ വൈകിട്ട് 4 മണിക്കാണ് നടക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നാളെ ഔപചാരികമായി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുക. ഉച്ചയ്ക്ക് 2 മണിക്ക് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കും. പക്ഷേ രാവിലെ 11 മണി തൊട്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് 11 മണി മുതൽ തന്നെ ഇവിടെ ചെറുവള്ളങ്ങളുടെ മത്സരങ്ങൾ തുടങ്ങും. അപ്പോൾ തൊട്ട് കാഴ്ചയാണ്. അപ്പോഴല്ല, സത്യത്തിൽ ഇന്ന് മുഴുവൻ കാഴ്ചകളാണ്. ക്യാമ്പുകളൊക്കെ സജീവമാണ്. ഓരോ വള്ളങ്ങളും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവർ പരിശീലനത്തിലാണുള്ളത്. ആ പരിശീലനങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് അവർ പൊതുവെ വള്ളം കയറ്റിയിട്ടുണ്ടാവും തിരികെ. എന്നിട്ട് വള്ളത്തിന് മിനുക്ക് പണികളൊക്കെ ചെയ്യും. ഏറ്റവും കൂടുതൽ സ്പീഡ് എടുക്കുക എന്നതാണല്ലോ പ്രധാനം. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഇന്നത്തെ ദിവസം നടക്കുക. ഇന്ന് പ്രാർത്ഥനയുടെയും റെസ്റ്റിൻ്റെയും ഒക്കെ ദിവസമാണ് സാധാരണ വള്ളംകളി ക്യാമ്പുകളിൽ. എൻ്റെ കൂടെ ശരണ്യ കൂടിയുണ്ട്. ശരണ്യ ഇവിടുത്തെ സ്വന്തം ആളാണ്. ഞാൻ വന്നു കയറിയ ആളും ആലപ്പുഴയുടെ മരുമകളാണ്. അതാണ്, ആലപ്പുഴയുടെ മകളും മരുമകളും ആണെന്ന് വേണമെങ്കിൽ സാന്ദർഭികമായി പറയാം. അപ്പോൾ ശരണ്യ കഴിഞ്ഞ് കുറേ ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. അറിയാം, ഈ ദിവസം ഈ പറഞ്ഞ പോലെ ഒരു ഓട്ടവും പാച്ചിലും ഒരു ഉത്രാടപ്പാച്ചിലാണ്. ഇത്തവണ ഓണത്തിനോട് അടുപ്പിച്ചും കൂടിയാണ് വള്ളംകളി വരുന്നത്. അപ്പോൾ അതിൻ്റെയും കൂടെ കാരണം സാധാരണ ഈ ഓണാഘോഷത്തിന് എപ്പോഴും നമ്മൾ ഈ വഞ്ചിപ്പാട്ടൊക്കെ കേൾക്കും. പക്ഷേ ഇത് ശരിക്കും ആ മൊത്തം മൂഡ് കറക്റ്റാണ്. ഏത് മൂഡാന്ന് വെച്ചാൽ ഓണം മൂഡാണ് അല്ലേ? അതെ, ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ ഓഗസ്റ്റ് മാസത്തിൽ 2ാം ശനിയാഴ്ചയാണ് നെഹ്റു ട്രോഫി നടക്കുന്നത്. പക്ഷെ തുടർച്ചയായി വരുന്ന കാലാവസ്ഥാ പ്രശ്നങ്ങളും ഒക്കെ അതിനെ ബാധിക്കാറുമുണ്ട്. എന്തായാലും മഴ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വള്ളംകളിക്ക് ഒരു മഴ ഇല്ല എന്നുള്ളതാണ്. എന്നാൽ നമുക്കൊന്ന് നടന്നു നീങ്ങാം ശ്രീജ. അതെ, അതായത് ഇത്തവണത്തെ ഒരു വള്ളംകളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓണത്തിന് തൊട്ട് മുമ്പ് വരുന്നൊരു ഇവന്റ് എന്നുള്ളൊരു പ്രത്യേകത വള്ളംകളിക്ക് വരുന്നു. ഒന്നാമത് വള്ളംകളി എന്ന് പറയുന്നത് വലിയൊരു ആവേശം നിറഞ്ഞ ഒന്നാണ് എന്നുള്ളതാണ്. അതിനും അപ്പുറത്തേക്ക് വരികയാണെങ്കിൽ ഇത്തവണ
ഒരു ശരിക്കും ഒരു ഓണത്തിന് നടുക്കൊരു വള്ളംകളി വന്ന ഒരു അവസ്ഥയാണ്. കുട്ടികൾക്ക് ഓണം വെക്കേഷൻ തുടങ്ങി, അപ്പോൾ ആളുകൾക്കൊക്കെ ഫ്രീ ആയി, പരീക്ഷയുടെ തിരക്കൊന്നുമില്ല. ഒരു ഓണം വെക്കേഷൻ മൂഡിൽ വന്ന് വള്ളംകളി കാണാമെന്ന പ്രത്യേകത കൂടി ഇത്തവണയുണ്ട്. ഒരുപാട് ആളുകൾ വരുമെന്നുള്ള ഒരു കണക്കുകൂട്ടലാണ്. എന്തായാലും നമ്മളും ആ ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ്. ന്യൂസ് 18 വാർത്താ സംഘവും അത്തരം ഒരു നല്ലൊരു പ്ലാനിൽ തന്നെയാണ് ഇത്തവണ വന്നേക്കുന്നത്. നമ്മൾ ശ്രീജ ഷാമിനെ തന്നെ ഇറക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ എൽദോ പോൾ പുതുശ്ശേരി ഉണ്ട്. എൽദോയാണ് വള്ളംകളിയുടെ കമന്ററി, നമ്മുടെ കമന്ററി നയിക്കുന്നത് എൽദോ ആയിരിക്കും. എൽദോയ്ക്ക് സാധാരണ മറ്റ് ഐറ്റങ്ങളൊക്കെ ഇറക്കിയിട്ടാണ് പരിചയം. ISL ഉൾപ്പെടെയുള്ളതിൽ കമന്ററി ചെയ്തിട്ടുള്ള എൽദോ ആണ്. പക്ഷെ ആ എൽദോ ഇത്തവണ വള്ളംകളി കമന്ററിയുമായിട്ടാണ് ഇറങ്ങുന്നത്. ഒപ്പം ബാക്ക് സപ്പോർട്ടായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട്. VV വിനോദ് വന്നിട്ടുണ്ട്. വിനോദിന് തിരുവനന്തപുരത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞും ചെയ്തുമാണ് ശീലം. പക്ഷെ വിനോദിനെയും നമ്മൾ ഇറക്കുന്നു ആവേശ പെരുമഴ തീർക്കാൻ. അങ്ങനെ ഞങ്ങളുടെ ടീം സജ്ജമാണ്. നിങ്ങൾ എല്ലാവരും സജ്ജരായിരിക്കുക. ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇത്തവണ ന്യൂസ് 18 സാധാരണ നിങ്ങൾ കാണുന്നത് പോലെ ഇടയ്ക്ക് ഗ്യാപ്പുകളൊന്നുമില്ല. തുടക്കം തൊട്ട് സ്റ്റാർട്ട് തൊട്ട് അത് രാവിലെ ആ മത്സരത്തിന്റെ ഫൈനലിന്റെ സ്റ്റാർട്ടല്ല, മറിച്ച് വള്ളംകളി ദിവസത്തിന്റെ സ്റ്റാർട്ട് തൊട്ട് ഇന്നേ തുടങ്ങി. സ്റ്റാർട്ട് തൊട്ട് ഫിനിഷിംഗ് വരെ, അവസാനം ആ കപ്പ് കൈമാറുന്നത് വരെയുള്ള മുഴുവൻ കാഴ്ചകളും പ്രേക്ഷകരിലേക്ക് തത്സമയം ലൈവായി ഒരു ബ്രേക്കും ഇല്ലാതെ ഞങ്ങൾ എത്തിക്കും. ഞങ്ങളുടെ ടീം സജ്ജമാണ്. പ്രേക്ഷകരും കാത്തിരിക്കുക. ഈ ആലപ്പുഴയുടെ ആവേശം അതേപടി. അതായത് നാളെ കപ്പ് ആര് ഉയർത്തുമെന്നത് വരെ ആ ആവേശം നമ്മൾ തുടർന്നുകൊണ്ട് പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും വലിയൊരു സംഘം തന്നെയാണ് ന്യൂസ് 18 ഇവിടെ എത്തിയിട്ടുള്ളത്. ഇന്നിപ്പോൾ ആലപ്പുഴ മാത്രമല്ല, നമുക്കറിയാം ആലപ്പുഴയും വള്ളംകളിയും കുട്ടനാടും ഒപ്പം തന്നെ ആലപ്പുഴയുടെ ഫുഡും ആലപ്പുഴയുടെ ടൂറിസം സാധ്യതകളും പ്രകൃതി സൗന്ദര്യവും ഒക്കെ ഒരുപാട് കോർത്ത് കിടക്കുന്ന, ഒത്തിണങ്ങി കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ വള്ളംകളി എന്താണ്, നമ്മുടെ ഭക്ഷണം എന്താണ്, ഒപ്പം നമ്മുടെ നാടിൻ്റെ കാഴ്ചകൾ എന്താണ്, അങ്ങനെ എല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ന്യൂസ് 18 ലക്ഷ്യം വെക്കുന്നത്. എന്തായാലും നാളെ രാവിലെ മുതൽ തന്നെ ചെറുവള്ളങ്ങളുടെ മത്സരം ആരംഭിക്കും. 71 വള്ളങ്ങൾ ഇത്തവണ മത്സരിക്കുന്നുണ്ട്. ചെറുവള്ളങ്ങളും ചുണ്ടൻ വള്ളങ്ങളുമായിട്ട് 71ാമത് നെഹ്റു ട്രോഫിയാണ്. അതുകൊണ്ട് തന്നെ 71 വള്ളങ്ങൾ ഉണ്ടാകും. ഇരുട്ടുകുത്തി വെപ്പിനങ്ങളുടെ മത്സരങ്ങളാണ് തുടക്കത്തിൽ ആരംഭിക്കുക. ഇന്ന് വൈകുന്നേരം മുതൽ തന്നെ, ഇന്നിപ്പോൾ ന്യൂസ് 18 വാർത്താ സംഘം നമ്മുടെ ഇവിടുത്തെ ഒരു പവലിയനും ഒരുക്കങ്ങളും ഒക്കെ വിലയിരുത്തുകയാണ്. ഒപ്പം തന്നെ കാരിച്ചാലിനും മറ്റു ചുണ്ടൻ വള്ളങ്ങളും PBCയുടെ ഒക്കെ ഒപ്പം പ്രധാനപ്പെട്ട ടീമുകളുടെ ഒക്കെ ഒപ്പം നമ്മുടെ ടീമുകളുമുണ്ട്. അതിന്റെ തുടർ വാർത്തകളും ഒക്കെ നാളെ വരെ, അല്ലെ, ഇന്ന് മുതൽ നാളെ വരെ, നമ്മൾ നാളെ വൈകിട്ട് വരെ നമ്മൾ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരേ സമയം കാണാം. എല്ലാ കാഴ്ചകളും ഓരോ ക്യാമ്പിലേക്കായി ഓരോരുത്തർ പോയിട്ടുണ്ട്. അവിടുത്തെ ആവേശങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ആവേശ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്താൻ അധിക സമയമില്ല. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. നിങ്ങൾക്ക് മുന്നിലേക്ക് ഈ വള്ളംകളിയുടെ ആവേശം ഒരു അണുവിട ചോരാതെ എത്തിക്കുക എന്നതാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഉത്തരവാദിത്വം. അത് തീർച്ചയായും പ്രേക്ഷകർക്ക് ആ ആവേശം ഫീൽ ചെയ്യാം. കാരണം ആലപ്പുഴയുടെ തുടിപ്പറിയുന്നവരാണ് ഈ ടീമിലുള്ളത്. ആലപ്പുഴയുടെ ആവേശം, വള്ളംകളി എന്ന് പറയുന്നത് ആലപ്പുഴ മാത്രമല്ല, എവിടെയൊക്കെ ആലപ്പുഴക്കാരുണ്ടോ അവിടെയൊക്കെ അതൊരു ആവേശമായി കരുതുന്നവരാണ്. ഒരു പക്ഷേ ഇത്രയേറെ നൊസ്റ്റാൾജിയോടെ വള്ളംകളിയെ കാണുന്ന മറ്റൊരു മനുഷ്യ വിഭാഗം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും അവർ നാളത്തെ ദിവസം അവർ ഇവിടെ എത്താൻ കഴിയുന്നവർ പരമാവധി ഇവിടെ എത്തും. ഇനി ഇവിടെ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ ആ സ്ക്രീനിൻ്റെ മുമ്പിലായിരിക്കും. അങ്ങനെയുള്ള പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഞങ്ങൾ തത്സമയം എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഞങ്ങൾക്കറിയാം, വിശ്വസിച്ച് കാത്തിരിക്കുന്ന ഈ കാഴ്ചയുടെ ആവേശം കളയാതെ കാത്തിരിക്കുന്ന കുറേ മനുഷ്യന്മാർ ലോകത്തെമ്പാടുമുണ്ട്. അവരെല്ലാം കാത്തിരിക്കുക. എല്ലാ കാഴ്ചകളും ഉണ്ട്. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. PBC ഇത്തവണ സെക്കൻഡ് ഹാട്രിക് സ്വന്തമാക്കുമോ? വേണ്ട, ഒരു ടീം ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം ശ്രീജ, ഞാൻ എന്തായാലും നിങ്ങളിലേക്ക് വരാം. നമുക്ക് വിശദമായി തന്നെ വേണം. നിങ്ങൾ ഒരുക്കി വെച്ചോളൂ. നമുക്ക് ആ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം.